സൗത്ത് ബീച്ചിലൂടെ കടന്നുപോകുമ്പോൾ ഇങ്ങനെയൊരു കാഴ്ച സാധാരണമാണ്. പൊളിച്ച നാളികേരം കൂട്ടിയിട്ടിരിക്കുകയാണ് ഈ തെരുവിൽ. തിരക്കാണ് തെരുവിലെങ്ങും. ചിലർ നാളികേരം വേർതിരിക്കുകയാണ്. മറ്റു ചിലർ തലച്ചുമടായി നാളികേരം കൊണ്ടുപോയി ചാക്കിൽ നിറയ്ക്കുന്നു. ഇത് കോഴിക്കോടിൻ്റെ തേങ്ങാ ബസാർ. കോഴിക്കോട് പട്ടണത്തിൻ്റെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് ഈ തെരുവിനും. ഏറെ സജീവമായ ഒരു കാലമുണ്ടായിരുന്നു ഈ തെരുവിന്. ഗുജറാത്തികളും തദ്ദേശീയരും ഉൾപ്പെടെ 16ഓളം കച്ചവടക്കാരും അവരുടെ കീഴിലുള്ള തൊഴിലാളികളുമെല്ലാമായി ദിവസവും രാവിലെ മുതൽ തന്നെ തെരുവ് സജീവമായിരുന്നു. ഇന്ന് പ്രധാനമായും 5 കച്ചവടക്കാരാണ് തേങ്ങാ ബസാറിലുള്ളത്. ഈ തെരുവിൽ നാളികേര കച്ചവടം ആരംഭിച്ചിട്ട് 150 വർഷത്തിന് മുകളിലായിട്ടുണ്ടാകുമെന്നാണ് ഇവിടെ കച്ചവടം ചെയ്യുന്ന ബിപിൻ പരേഖ് പറയുന്നത്. ആദ്യം പച്ചത്തേങ്ങയും കൊട്ടത്തേങ്ങയും മിക്സിലായിരുന്നു കച്ചവടം. പിന്നെ 10-20 കൊല്ലമായിട്ട് പച്ചത്തേങ്ങാൻ്റെ കച്ചവടം ഉൾനാട്ടിൽ നേരിട്ട് ഇപ്പോൾ നിറച്ചിട്ട് കയറ്റാൻ തുടങ്ങി. അപ്പം അതിൻ്റെ ശേഷം കൊട്ടത്തേങ്ങൻ്റെ കച്ചവടം മാത്രം ഈ ബജാറിൽ ഇപ്പോൾ ഉണ്ട്. ഈ കൊട്ടത്തേങ്ങ മധ്യപ്രദേശ്, ഉത്തർപ്രദേശും മഹാരാഷ്ട്രൻ്റെ വിദർഭ് ഏരിയയിലാണ് കയറ്റി പോകുന്നത്. ആ പൂജ പർപ്പസും പിന്നെ കല്യാണത്തിൽ അവിടെ ഒരു ചടങ്ങിൻ്റെ എല്ലാവർക്കും ഓരോരോ തേങ്ങ ക്ഷണിച്ച് കൂട്ടർക്ക് കൊടുക്കും. ആ കൂടാതെ ഫസ്റ്റ് കൃഷി ചെയ്യുമ്പോൾ അവനവൻ്റെ കഴിവനുസരിച്ച് തേങ്ങ ഒടിക്കും. അതൊരു ചടങ്ങാണ്. ആദ്യം കേരളത്തിൽ മാത്രമായിരുന്നു തേങ്ങ കയറി പോണത്. പിന്നെ തമിഴ്നാട് 10-30 കൊല്ലമായി തമിഴ്നാടിൽ നിന്ന് ഉൽപ്പാദനം തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് തേങ്ങ കയറി പോകാൻ തുടങ്ങി. കൂടാതെ ആന്ധ്രയിൽ നിന്നും നല്ലോണം തേങ്ങ കയറി പോകണം. അപ്പോൾ തേങ്ങൻ്റെ ആവശ്യം കൂടിക്കൂടി വരാണ്. പക്ഷേ അന്യ സംസ്ഥാനത്തിലാണ് തേങ്ങ കയറി പോണത്. ഇദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ്റെ കാലത്ത് ആരംഭിച്ചതാണ് ഇവിടുത്തെ കച്ചവടം. മുൻപൊക്കെ പച്ചത്തേങ്ങയായിരുന്നു ഇവിടുത്തെ പ്രധാന വ്യാപാരം. എന്നാൽ ഇപ്പോൾ പ്രധാനമായും കൊട്ടത്തേങ്ങയാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കാണ് പ്രധാനമായും ഇവിടെ നിന്നുള്ള നാളികേരം കയറ്റുമതി ചെയ്യുന്നത്. ദിവസവും 10 ലോഡോളം നാളികേരം കയറ്റി അയക്കുന്നുണ്ട്. 200ഓളം തൊഴിലാളികൾ ഈ ബസാറിൽ ഉപജീവനമാർഗം കണ്ടെത്തുന്നു. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഉത്തരേന്ത്യയിലേക്ക് നാളികേരം കയറ്റുമതി ചെയ്യാൻ ആരംഭിച്ചതോടെ കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിക്ക് അല്പം ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ നിന്നുള്ള നാളികേരത്തിന് ഗുണമേന്മ കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയിൽ ആവശ്യക്കാർ ഏറെയുണ്ട്. നാളികേരത്തിന്റെ വില കുറഞ്ഞതുകൊണ്ട് തന്നെ കഴിഞ്ഞ 1 വർഷമായി ഇവിടുത്തെ കച്ചവടം സജീവമാണ്. കയറ്റുമതിയും നന്നായി നടക്കുന്നുണ്ട്. എന്നാൽ ഈ മേഖലയുടെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ചില ആശങ്കകൾ പങ്കുവെക്കുകയാണ് വ്യാപാരികൾ. പുതുതലമുറ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നില്ല. അതുകൊണ്ട് തന്നെ വരും നാളുകളിൽ എങ്ങനെ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന ആശങ്കയാണ് വ്യാപാരികൾക്ക്. ക്യാമറമാൻ കൃഷ്ണകുമാറിനൊപ്പം രാകേഷ് പാലാഴി, ടൈം ന്യൂസ്.